കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 7500 കോടി രൂപ വൈദ്യുതി ചാർജ് വർധനയിലൂടെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നുവെന്ന് AICC അംഗം രമേശ് ചെന്നിത്തല. കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായിരുന്ന KP വിശ്വനാഥന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ തൃശൂർ DCC ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന കടുംവെട്ടാണ് 15 മാസം കൂടി അധികാരമുള്ളൂ എന്ന് കണ്ടുകൊണ്ട് എല്ലാത്തിലും അഴിമതിയാണ്. കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 7500 കോടി രൂപയാണ് വൈദ്യുതി ചാർജ് വർധനവിലൂടെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത്. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ യൂണിറ്റ് 1-ന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി ലഭിക്കുന്ന ദീർഘകാല കരാർ ഒപ്പിട്ടു. ആ ദീർഘകാല കരാർ 2040 വരെയുണ്ട്. 2040 വരെ യൂണിറ്റ് 1-ന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ആ ദീർഘകാല കരാർ ഈ ഗവൺമെന്റ് 8 വർഷത്തിന് ശേഷം റദ്ദാക്കി. ആ ദീർഘകാല കരാറിൽ അഴിമതി ഉണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. 8 വർഷം നിങ്ങൾ ആ ദീർഘകാല കരാർ അനുസരിച്ച് വൈദ്യുതി വാങ്ങി. അന്നൊന്നും അഴിമതി ആരും ചൂണ്ടിക്കാണിച്ചില്ല. ആ കരാർ റദ്ദാക്കാനുള്ള കാരണം അദാനിമാർക്കും ജിൻഡൽമാർക്കും കേരളത്തിന്റെ വൈദ്യുതി രംഗത്തെ തുറന്നു കൊടുക്കാനുള്ള നീക്കമായിരുന്നു. പവർ ബ്രോക്കർമാർ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമാണ് വൈദ്യുതി മന്ത്രിയെ നോക്കുകുത്തിയാക്കി മാർക്സിസ്റ്റ് പാർട്ടി നേരിട്ട് ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. 1990-ൽ EK നായനാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതി സ്ഥാപിക്കുന്നതിനായി കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിയുമായി ഉണ്ടാക്കിയ 30 വർഷ കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് 25 വർഷം കൂടി നീട്ടിക്കൊടുത്തതിന് പിന്നിലും വൻ അഴിമതിയുണ്ട്. പ്രളയത്തിൽ കമ്പനിക്ക് നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് കമ്പനി ഉടമകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് ഇത് സാധിച്ചത്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ആളുകളാണെന്നും ചെന്നിത്തല ആരോപിച്ചു. 5 പതിറ്റാണ്ടിലേറെ കാലം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചയാളാണ് KP വിശ്വനാഥൻ. കോടതിയിൽ ഒരു പരാമർശം ഉണ്ടായപ്പോൾ ഞങ്ങളോട് ആലോചിച്ചിട്ടാണ് KPയോട് രാജിവെച്ചത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു തെറ്റായ തീരുമാനമായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശങ്ങളുണ്ടായിരുന്നു രാജിവെച്ചത്. എന്നാൽ ഹൈക്കോടതി ഇവിടെ ഭരിക്കുന്ന മന്ത്രിമാരുടെ ഭാര്യമാർക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഒക്കെ എതിരായി എന്തെല്ലാം കമന്റുകൾ പാസാക്കിയിട്ട് ആരെയും രാജിവെക്കുന്നുണ്ടോ? എവിടെ പോയി അവരുടെ ധാർമ്മികത? വാസ്തവത്തിൽ ഞാൻ ഉമ്മൻചാണ്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത് KP വിശ്വനാഥനെ കൊണ്ട് ഒരു കമന്റ് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം നിരപരാധിയാണെന്ന് അതേ കോടതി തന്നെ വിധിച്ചതും പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതും ഞാൻ ഓർക്കുകയാണ്. UDF കൺവീനർ MM ഹസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷത വഹിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ തുടങ്ങിയവർ സംസാരിച്ചു. KPCC DCC ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.